നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഓപ്പൺ കോർട്ടിൽ ഹാജരായതിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രഞ്ജിത പുളിക്കലിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതിയിൽ അവരുടെ അഭിഭാഷകനും സന്നിഹിതനായിരുന്നു. പ്രാഥമിക നടപടികൾക്ക് ശേഷം കോടതി രഞ്ജിതയെ സ്വന്തം അഭിഭാഷകനോടൊപ്പം വിട്ടയച്ചു. എന്നാൽ കേസിന്റെ തുടർ നടപടികൾക്കായി ഇന്ന് ഓപ്പൺ കോടതിയിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യം കിട്ടുന്ന വകുപ്പാണ് രഞ്ജിതയ്ക്കെതിരെ ചുമത്തിയത്. തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണയ്ക്കുന്ന നിലപാടാണ് രഞ്ജിത സ്വീകരിച്ചിരുന്നത്. ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു അവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ മിക്കതും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനുമാണ് മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ അറസ്റ്റിലായത്. പത്തനംതിട്ട സൈബർ പോലീസാണ് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തത്. കോട്ടയത്തെ ഇവരുടെ ബന്ധുവീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുന്നത്. നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനെ സമീപിച്ച അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തി രഞ്ജിത പുളിക്കൽ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ രഞ്ജിത പുളിക്കലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ കേസിൽ രഞ്ജിത ഒന്നാം പ്രതിയായിരുന്നു. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് ആയിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതി. ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ മൂന്നാം പ്രതിയും. സന്ദീപ് വാര്യർ 4-ഉം രാഹുൽ ഈശ്വർ 5-ഉം പ്രതികളായിരുന്നു ഈ കേസിൽ. പാലക്കാട് സ്വദേശിയായ വ്ളോഗറായിരുന്നു 6-ാം പ്രതി. രാഹുലിനെതിരെ മൂന്നാം ബലാത്സംഗ പരാതി ഉയർന്നതോടെയായിരുന്നു അതിജീവിതയെ അധിക്ഷേപിച്ച് രഞ്ജിത പുളിക്കൽ രംഗത്തെത്തിയത്. അതിജീവിതയുടെ ഐഡന്റിറ്റിയും ഇവർ വെളിപ്പെടുത്തിയെന്നാണ് പരാതി. അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ കേസെടുക്കുന്നത്. നേരത്തെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ പിടിക്കപ്പെടും എന്നായപ്പോൾ പിണറായി വിജയന്റെ ഭരണകൂടത്തിനുണ്ടായ ഭയമാണ് തനിക്കെതിരായ വേട്ടയാടലിന് പിന്നിലെന്ന് രഞ്ജിത പ്രതികരിച്ചിരുന്നു. ഒരേ കുറ്റത്തിന് പല സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്ത ഒരാളെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും കോടതി ജാമ്യം നൽകിയിട്ടും പോലീസ് പഴുതുകൾ തേടുന്നത് എന്തിനാണെന്നും അവർ ചോദിച്ചിരുന്നു. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരെയും വേട്ടയാടാൻ പോലീസിനെ ആയുധമാക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് നിരീക്ഷിച്ചത്. രാഹുൽ ഉന്നയിച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അരുന്ധതി ദിലീപ് പുറപ്പെടുവിച്ച വിധി പകർപ്പിലെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും MLAയുടെ അധികാര സ്വാധീനവും പരിഗണിക്കുമ്പോൾ ജാമ്യം അനുവദിക്കുന്നത് നീതി നിർവഹണത്തെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നില്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും വ്യക്തമാക്കിയാണ് ജഡ്ജി MLAയുടെ എല്ലാ വാദങ്ങളും തള്ളിയത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരായ പരാതി ഗുരുതര സ്വഭാവമുള്ളതാണെന്നും മുൻപും സമാനമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ഏർപ്പെട്ടിട്ടുണ്ടെന്നും വിധിയിൽ പറയുന്നു. ഇത് രാഹുലിനെതിരെയുള്ള മൂന്നാമത്തെ ബലാത്സംഗ കേസാണെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധം ഉഭയസമ്മതപ്രകാരമല്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. സമാനമായ മറ്റു 2 കേസുകളിൽ കൂടി രാഹുൽ പ്രതിയാണെന്ന വസ്തുത കോടതി ഗൗരവമായി എടുത്തു. നേരത്തെയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അറസ്റ്റിലായത് മുതൽ രാഹുൽ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും കോടതി വിധിയിൽ പരാമർശിക്കുന്നുണ്ട്.